ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയ സ്ഥലം, നമ്മൾ അവിടെ ആ ഒരു ബൊലേറോ നിൽക്കുന്ന അവിടെയായിരുന്നു കിടന്നുറങ്ങിയത്, നമ്മൾ പോകേണ്ട സ്ഥലം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തൂത്തുക്കുടിയിലാണ് ഇപ്പം നമ്മളുള്ളത്. തൂത്തുക്കുടി ടൗണിലേക്ക് ഏതാണ്ട് ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ 17 ഉണ്ടാവും. അവിടെ നമ്മൾ കാര്യമായിട്ട് പോകുന്നത് ഒരു ടെമ്പിളാണ്, കുലസായി മുത്താരമ്മൻ ടെമ്പിൾ എന്ന് പറയും. അതായത് അവിടേക്ക് പോകുന്നത് ഞാൻ ഇവിടേക്കായിട്ട് ആ ഒരു മുത്തായി അമ്മൻ ടെമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ടെമ്പിൾ അമ്പലം പോയി ദർശിച്ച് തൊഴാൻ വേണ്ടിയിട്ടല്ല. അവിടെ ഒരു എന്താ പറയുക, ദസറ നടക്കുന്നുണ്ട്. നമ്മൾ ആ ദസറയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മളോട് വെക്കും. ഇല്ലാന്നാണെങ്കിൽ അവിടുത്തെ പ്രോഗ്രാം എങ്ങനെ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങും. ഇന്ന് തന്നെ ഇറങ്ങിയിട്ട് നമുക്ക് കന്യാകുമാരി ഭാഗം പിടിക്കാം. ഇല്ലാന്നാണെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ദസറയിൽ പങ്കെടുക്കുന്നതാണ്. എന്താണ് എങ്ങനെ ദസറ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ചെറിയൊരു വീഡിയോ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചൊന്ന് പോയി നോക്കാം. ഇവിടെ ഇന്നലെ ഞാൻ പോലീസുകാർ വന്നിരുന്നു. അപ്പോൾ ഓരോട് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു നാളെ അടിപൊളി പരിപാടിയാണെന്നൊക്കെയാണ്. എന്താ അറിയില്ല, നമുക്ക് പോയി നോക്കാം അടിപൊളി പരിപാടി ആകുമില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ അടിപൊളിയും അല്ലേ. നമുക്ക് പോണ വഴിക്ക് ചായ കുടിക്കണം. നല്ല വെയിലാണ്, രാവിലെ തന്നെ നല്ല വെയിലാണ്. ഇപ്പോൾ ഏതാണ്ട് 7:34 ആയിട്ടുള്ള സമയം. കണ്ണൊക്കെ അടിക്കുന്നുണ്ട്. പോയി നോക്കാം, ഇറങ്ങട്ടെ. അങ്ങനെയെങ്കിൽ തൂത്തുക്കുടി കോർപ്പറേഷനിലേക്ക് നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ട്. നേരെ കൂടെ ഒരു ഹൈവേ പോകുന്നുണ്ടല്ലോ. നമ്മൾ നേരെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ടേ. അവിടെ നമ്മൾ ഏതാണ്ട് 10 കിലോമീറ്റർ ഒക്കെ നമ്മൾ പോകുന്നു. 10 കിലോമീറ്റർ ദൂരത്തിൽ നമ്മളെവിടെ ഒരു ഇഡ്ഡലി ദോശ കണ്ടിട്ടില്ല. പക്ഷേ ഇഡ്ഡലി ദോശ ഇല്ല, അവിടെ ചെറുകടികളാണ്. ചെറുകടി കൊണ്ടൊന്നും കാര്യമില്ലേ. ഇവിടെ ഞാൻ കയറിയിട്ട് വലിയ തിരക്കൊന്നും കാണാനല്ല കേട്ടോ. ഒന്നിലേറെ സരസ്വതി പൂജ ദിവസം കൂടി ആണ്. നമ്മളവിടെ ആയുധ പൂജ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒന്ന് എടുക്കുന്ന ദിവസമാണ് തോന്നുന്നത്. ഏതായാലും ഇവിടെ ഒന്നും ഒരു തിരക്കും ഇല്ല ടൗണിലൊന്നും. ആളുകൾ വണ്ടികളൊക്കെ കുറവാണ്. ഇനിയിപ്പോ ഞാൻ പോവാൻ കരുതിയോടത്ത് എന്താകും അവസ്ഥ. അല്ല, ഇതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടോ. തിരക്ക് ഇല്ല, കാണാനില്ല, അതുകൊണ്ടാണ്. അടിഗോവക്കാരക്ക് പറഞ്ഞ പാട്ടൊക്കെ വെച്ചിക്കണം. അവിടെയൊക്കെ മേലെ കൂടെ നാഷണൽ ഹൈവേ പോകുന്നുണ്ട്. അതിന്റെ താഴത്തൂടെ ഇവിടെ എല്ലായിടത്തും എന്താ പറയാ ബോക്സ് ഒക്കെ വെച്ച് ടൈറ്റാണ്. പാട്ടൊക്കെ വെച്ച് ആകെ സംഗതി പരിപാടി ഗംഭീരമായിട്ട് നടന്നുകൊടുക്കാണ് അവിടെ. ഇത് കുറച്ച് ഉള്ളിലാണല്ലോ. മെയിൻ റോഡിൽ നിന്നൊക്കെ പോകുന്നതാണ്. ഇതന്നെ മെയിൻ റോഡ് തന്നെ, ടൗൺ തന്നെയാണത്. ഇവിടെ എവിടെ ഒരു ചർച്ച് ഉണ്ട്. ആ ചർച്ചിന്റെ അടുത്താണ് ക്ഷേത്രം. അങ്ങനെ പറഞ്ഞു തരുന്ന ആളുകള് ഉണ്ട്. നമ്മക്ക് ആകെ പാളിയിക്കണേ. പാളെന്ന് പറഞ്ഞാൽ നമ്മക്ക് പാളിയതല്ല, നമ്മളെ പാളിച്ചതാണ് ഗൂഗിൾ മാപ്പ് ഇട്ടാ. ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് വലിയ തിരക്കൊന്നും കാണാനില്ലാന്ന്. എന്താ സംഭവിച്ചു ചോദിച്ചാല്, ഈ മുത്താരമ്മൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാടല്ലേ, നമ്മൾക്കറിയാലോ. ഓരോ മൂലയിലും ഇവര് കോവിലുകൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. ഇവർക്ക് കോവിലുകൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് അതിൽ തർക്കമല്ല, ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെങ്കില് ഇതൊക്കെ ഗൂഗിൾ മാപ്പിലുണ്ട്, മനസ്സിലായോ. അപ്പൊ നമ്മള് മുത്താരമ്മൻ ടെമ്പിൾ നമ്മള് ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ടാണ് പോരുന്നതെങ്കിൽ നമ്മൾ പെടും. നമ്മൾക്ക് ഏതെങ്കിലും ഒരു ചെറിയൊരു മുത്താരമ്മൻ ടെമ്പിളിലേക്ക് നമ്മൾ എത്തും. അപ്പൊ നമ്മൾ പോകേണ്ടത് ഞാൻ ചെയ്തൊരു തെറ്റുണ്ട് ഇതില്. ഞാൻ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ഞാൻ സ്ഥലത്തിന്റെ പേര് ഞാൻ അടിച്ചില്ല. ഞാൻ ഈ മുത്താരമ്മൻ ടെമ്പിൾ എന്ന് അടിച്ചാൽ തന്നെ മതിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ സ്ഥലത്തിന്റെ പേര് അടിച്ചില്ല. അതാ പേച്ച്. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് നമുക്ക് 56 കിലോമീറ്റർ നമുക്ക് പോകണം. പക്ഷെ ഇന്നലെ തന്നെ നമ്മൾ അവിടേക്കാണ് പോയിണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ രാവിലെ തൊട്ട് അറ്റൻഡ് ചെയ്യേണ്ട കേസാണ്. അതിനല്ലേ ഇപ്പൊ നമ്മൾ ഇന്നലെ അത്രയും ഞാൻ മല്ലിക്കെട്ട് ഞാനൊരു മണിക്കൂറിൽ 30-35 കിലോമീറ്റർ ഒക്കെ ഇന്നലെ ഓടിയിരിക്കണ്. ഞാൻ ഇന്നലെ അങ്ങനെ ഓടാൻ കാരണം ഞാൻ രാവിലെ തൊട്ട് തന്നെ എടുക്കാന്ന് എഴുതിയിട്ടാണ്. ഇവരൊക്കെ ചിലപ്പോ അങ്ങോട്ടേക്കുള്ള ആളുകളാവട്ടോ. എല്ലാരും ഓരോ വേഷത്തിൽ തന്നെ, അതായത് ഡ്രസ് കോഡിലാണുള്ളത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ പോകേണ്ടത് കുലശേഖരപട്ടണം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കുലശേഖരപട്ടണത്തേക്ക് 56 കിലോമീറ്റർ ആണ്. അവിടെ ഒരു മുത്താരമ്മൻ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ഇപ്പൊ ഞാൻ ഇവിടെ അന്വേഷിക്കുമ്പോൾ ഞാൻ വെള്ളം എടുത്തു കേട്ടോ. നമ്മളുടെ കയ്യിൽ കുടിവെള്ളം അല്ലായിരുന്നു. അപ്പൊ കുടിവെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവര് പറയുന്നത്
നിങ്ങൾ എപ്പോ പോയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നൊന്നും അങ്ങോട്ടേക്ക് അടുക്കാൻ വേണ്ടി പറ്റില്ല, അത്ര കണ്ട് ജനങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ തിരക്കപ്പെടരുത്. ഇപ്പൊ കരൂരില് സംഭവിച്ചതുപോലെ തിരക്ക് ജാസ്തിയാണെങ്കിൽ എന്തായാലും ഇപ്രാവശ്യം എന്തായാലും പോലീസുകാർ നല്ല ടൈറ്റ് ആയിട്ട് ശ്രദ്ധിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു അപകടം കഴിഞ്ഞതുകൊണ്ട് കരൂരില് 40ഓളം ആളുകൾ മരണപ്പെട്ടു. വലിയ ദുരന്തമാണ് സംഭവിച്ചത്. അപ്പൊ അതിനുശേഷം ഇനിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കൂലല്ലോ. എന്തായാലും നമ്മളെ ശ്രദ്ധിക്കുക. നല്ല തിരക്കുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. 3 ദിവസത്തേക്ക് ക്ഷേത്രം അടയ്ക്കുന്നല്ല എന്നാണ് കേട്ടത്. അത് ഈ ലാസ്റ്റ് 3 ദിവസമാണ് നമ്മൾ പോവേണ്ട ദിവസം. തുടക്കത്തിലെ ദിവസങ്ങളിലൊക്കെ പോവാം, അതിനേക്കാളൊക്കെ കുറച്ചും കൂടി ഉഷാറാവുക, കുറച്ചും കൂടി ആളുകൾ തിങ്ങി വരിക, കൂടുതൽ കാഴ്ച കാണാൻ പറ്റുക ഈ 3 ദിവസങ്ങളിലാണ്. ഞാൻ അങ്ങോട്ട് വിടട്ടെ. ഈ തൂത്തുക്കുടി തന്നെയാണത്, തൂത്തുക്കുടി ജില്ലയാണ്, തൂത്തുക്കുടി ടൗണിലല്ല. അതാണ് പ്രശ്നം, മനസ്സിലായോ? പക്ഷെ നമുക്ക് പ്രശ്നമല്ല കേട്ടോ, നമുക്കിത് പ്രശ്നമല്ല. നമ്മള് കന്യാകുമാരിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 56 കിലോമീറ്റർ നമ്മൾ കന്യാകുമാരിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്, അതായത് നമ്മൾ വിട്ടിക്ക് പോവല്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിതൊരു പ്രശ്നമല്ല. പക്ഷെ ഇത് ഇന്നലെ തന്നെ പോകാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്ക് നമുക്കൊരു 10-20 കിലോമീറ്റർ അകലെ കൊണ്ട് നിർത്താറുന്നു. ഇതിപ്പോ അല്ലെങ്കിൽ നമുക്ക് രാവിലെ കുറച്ച് നേരത്തെ എണീക്കാറുന്നു. ഇപ്പൊ സമയം 8:30 ഒരു 10 മണിക്ക് അടുത്തോ ഇല്ല, 11 മണി ഒക്കെ ആവും. ഇന്ന് കുക്കിംഗ് ഇല്ലേ? കുക്കിംഗ് ഇല്ല. എന്തത് പെരും തിരക്ക് ഇവിടെ. ആളുകൾ വായന്റെ കൊണ്ടുപോകണ്, ആളുകൾ സൈക്കിള്, ആളുകൾ എന്റെ വാഴ കൊണ്ടൊരു കളി. ഇന്നത്തെ ദിവസം വാഴയാണോ ഇവരുടെ പ്രധാന സാധനം? നമ്മൾ നേരെയാണ്, വാഴയാണ് എല്ലാവരും. അത് വാഴക്കന്നുണ്ടല്ലോ, അതൊന്നും മുളച്ച് വന്നൊരു 2 അടി ഹൈറ്റ് ആയ വലുപ്പത്തിലുള്ളതാണ് കൊണ്ടുപോകുന്നത്. അത് വിൽക്കാൻ വേണ്ടിയിട്ട് എത്ര അങ്ങനെ ആളുകൾ എഴുതിയിട്ടാണ്. ഇതൊക്കെ ചെറിയ സ്ട്രീറ്റുകളാണ്, പക്ഷെ മെയിൻ റോഡ് തന്നെയാട്ടോ, മെയിൻ റോഡാണേ. ആളുകള് കടകള് കമ്പോളങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്. ഇന്നിവിടെ അവധിയാ, ആരും കടകളൊന്നും തുറന്നിട്ടില്ല, എല്ലാരും ആയുധ പൂജയിലാണ്. ഈ ടൈമില് ബീഹാറിലൊക്കെ പോവാണെങ്കിലല്ലോ ഇതിനേക്കാൾ ടൈറ്റ് ആയിട്ട് കാണാം നമുക്ക്. കണ്ടോ, നാട് റോട്ടില് പന്തലിട്ട് വെച്ചിരുന്നു. ഇതൊക്കെ എല്ലാ പല പരിപാടി നാട് റോട്ടില്. അത് മെയിൻ റോഡാ, അത് മെയിൻ റോട്ടില് പന്തലിട്ട്. നല്ല കാറ്റ്, പെരുങ്കാറ്റ്. അപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നമ്മൾക്ക് വല്ലാതെ ഒന്നും കാര്യമായ രീതിയിലൊന്നും തിന്നാൻ വേണ്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒന്നുമല്ല, ഇന്നത്തെ ഇവിടുത്തെ ഈ പ്രോഗ്രാം കൊണ്ടാണ്. ചായയും ചെറുകടിയും മാത്രമാണ് അവിടെ എല്ലായിടത്തും കാണുന്നത്. കനത്തിലൊന്നും തിന്നാൻ വേണ്ടിയിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ ഇത്രയുള്ള കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം ഒരു പ്രോഗ്രാം വരുമ്പോ അവരവരുടെ കടകമ്പോളങ്ങൾ അടച്ചിട്ടുകൊണ്ട് അതിൽ പങ്കെടുക്കും. സ്വാഭാവികം, അതെന്തായാലും അങ്ങനെ തന്നെയാവും. അത് തന്നെയാണ് നമ്മുടെ നാടുകളിലും സംഭവിക്കുന്നത്. അതിന് ഒരു വിഭാഗത്തെ ആളുകൾ, അല്ലെങ്കിൽ ആ കട അടച്ചിടുന്ന ആ ഒരു വിഭാഗം ആളുകളെ നമ്മൾ വെറുതെ വഴി ചാരിയിട്ട് കാര്യമല്ല, മനസ്സിലായോ? തൂത്തുക്കുടി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞായിരുന്നു, ഉപ്പുകളുടെ ഒരു ഏരിയ ആണ്. ഇവിടെയാണ് ഉപ്പുകൾ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്. അപ്പോ ഇത് കാണുന്നത് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ഫുള്ളായിട്ട് ഉപ്പിന്റെ പാടമാണ്. പാടമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് വാഴ. ഈ വാഴ അവർ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇന്ന് അവരുടെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് അവരുടെ വീട്, കടകള്, വാഹനങ്ങള്, ഇതുമലൊക്കെ അവർ ഏറെക്കുറെയൊക്കെ ഈ വാഴ വെച്ച് കെട്ടുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഉപ്പ് വാരി കൂട്ടി വെച്ചിട്ടുണ്ട്. ഉപ്പ് അതിൽ പൊന്തിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങുന്നില്ല, ഉപ്പ് ഞാൻ കാണിച്ചതായതുകൊണ്ട് ഞാൻ നേരെ മുത്താരിയമ്മനിലേക്ക്, അതായത് ആ ഒരു ക്ഷേത്ര ഭാഗത്തേക്ക് വിടുവാണ്. ഇവിടുന്ന് ഇനി 49 കിലോമീറ്റർ ഉണ്ട് പോവാന്. അപ്പോൾ ഇഡ്ഡലി വെച്ചിട്ട് പോവാം. വണ്ടി കെട്ടിക്കണേ ഇവിടെ ഉണ്ടെങ്കിൽ മരങ്ങൾ ആട്ടി വിളിക്കണ പെരും കാറ്റവിടെ. നമ്മൾ ഏതാണ്ട് അടുത്ത് തുടങ്ങി. വേഷം കെട്ടി പോകുന്ന ആളുകളൊക്കെ കാണാം. അതുപോലെ തന്നെ ചെണ്ട പരിചാരൊക്കെ ഉണ്ട്. ഇത് കണ്ടങ്ങള് കൈകളൊക്കെ ഒരുപാടുള്ള ഒരു രൂപാട്ടത്. കാളി രൂപ ബൈക്കിൽ പോവാണ് അവരങ്ങോട്ട് തന്നെയാണ്. അവിടെ നിന്ന് കാണാൻ നമുക്ക്. അങ്ങനെ ഞാൻ തിരുച്ചെന്തൂർ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നാഗർകോവിലേക്ക് 98 കിലോമീറ്റർ കാണിക്കണം കേട്ടോ. ഇതെന്താ സംഭവം മനസ്സിലാവണില്ലല്ലോ. മേലെ കൂടെ എന്തോ ഒന്ന് പോകുന്നുണ്ട്. അത് അങ്ങ് ദൂരേന്ന് വരുന്നുണ്ട്.
ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്. എന്തായിരിക്കാം ഇവിടാണെങ്കിൽ ചോദിക്കാനൊന്നും ഒരാളില്ല. ഈ പോലീസുകാരനോട് ചോദിച്ചാലോ? വേണ്ടല്ലോ, അല്ലെങ്കിൽ വെറുതെ അയാൾ ഇന്നെ നിർത്തി ഞാനിവിടെ സ്റ്റക്കായി. എന്തിനാപ്പോ ഇങ്ങനെയുള്ള സാധനമൊക്കെ ഞാൻ പബ്ജിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നേരിലുണ്ടല്ലേ? ഇവിടെ അജാന ബ്ലോക്കാട്ടാ സംഭവം. ഞാൻ എത്തിക്കണ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിൽ ഇട്ടിക്കണ്. വലിയൊരു പാർക്കിംഗ് ആണ്, പക്ഷേ എങ്കിൽ ഒരു തണൽ പോലും ഇല്ല. നട്ടുച്ച നേരമാണ് 11:25. നോക്കാതായി ആവാറായിട്ടോ. ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ, എന്താ അവസ്ഥ അറിയാലോ. നല്ല കാറ്റടിക്കുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് പേര് ടെൻ്റ് അടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ കച്ചവടക്കാരാണ്. ഫാമിലി ആയിട്ട് വന്നവരൊക്കെ ടെൻ്റ് അടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ആ കാണുന്നതല്ല. നമ്മളും തന്നെ ഇന്ന് ഇവിടെ എവിടെയെങ്കിലൊക്കെ നിൽക്കേണ്ടി വരും. കാരണം ഇന്നത്തെ ഇവിടുത്തെ പ്രോഗ്രാം എങ്ങനെ നോക്കിയിട്ട് ടൈറ്റ് ആണെങ്കിൽ നിൽക്കാം, ഇല്ലെന്നാണ് ഇവിടെ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും സേഫ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടികളൊന്നും കയറ്റുന്നില്ല. ഇവിടെ കച്ചവടക്കാരുടെ വണ്ടികൾ അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ വണ്ടികളാണ് തോന്നുന്നു കയറ്റുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. കംപ്ലീറ്റ് വേഷം കെട്ടിയ അത്രങ്ങാനും കഴിയാൻ നോക്കിയേ കണ്ട. ഇതുപോലത്തെ ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. എൻ്റെ ഫോൺ അവിടെയാണ്. ഞാൻ അതിൻ്റെ ഗ്ലാസ് ഒന്ന് മാറ്റാണ്ടായിരുന്നു, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. 50 റുപ്യ. തകൃതിയായ കച്ചവടമാണ് അവിടെ, തകൃതിയായ കച്ചവടം. അതിൽ ഇനി ഒരു വേഷം വരുന്നുണ്ട്, അദ്ദേഹത്തെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഓരോ വേഷങ്ങൾ വരും, മനസ്സിലായോ? ഇതേതോ ദേവി വേഷമാണ് തോന്നുന്നു. മുടിയൊക്കെ കണ്ട ചേട്ടാ, കൊള്ളാല്ലേ. ഞാനും ഇവിടുത്തെ ആൾക്കാരന്മാരെ നടക്കണേ വേഷം കിട്ടി. ഇവിടെ കുറച്ച് ആളുകൾ വേഷം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് വേഷമാണ്? കൊള്ളാല്ലേ അദ്ദേഹത്തിൻ്റെ വേഷം. കേരള അല്ലേ? ഏത് ചാനലിൽ ഇടുമെന്ന് ചോദിക്കണം അവർ. എന്താ ഈ കൈയുള്ള വേഷം കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുഴങ്ങിയിട്ടുണ്ട്, വെള്ളം കുടിക്കുവാണ്. പാവമുണ്ട്. ഇങ്ങനത്തെ വേഷം ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. வணக்கம் வணக்கம். என்ன வேசது? பிச்சைக்காரன். பிச்சைக்கார வேஷம், கோட்டி வேஷம். பிச்சைக்காரன் வேஷம், கோட்டி வேஷம். கோட்டி வேஷம் அப்படியா? எதுக்காக பண்ணுறீங்க? வேண்டுதலா? வேண்டுதல். சரி, இப்போ எங்கே போகிறீங்க? கோவில் ஆகுங்க. இப்போ கரைக்கு கோயிலுக்கு போயிட்டு கடற்கரையில் போய் வேஷம் கலைக்க போகிறோம். அப்படியா?
ഇവരാ ഇതാണത് ஒட்டுமன் படத்துல அந்த சாமி ஒரு குழந்தை கடத்துற அந்த வேஷம். அப்படியா? நல்லா இருக்கு. சீனியரா? சரி சரி போங்க போங்க. மாவட்டம் கோல்பட்டி வட்டம். தூத்துக்குடி மாவட்டம் கோல்பட்டி வட்டம். கோல்பட்டி வட்டம். இந்த வேஷம் எல்லாம் எங்கிருந்து போடுறீங்க நீங்க? வேஷம் கட்டி வர்றது எங்கிருந்து? ഇങ്ങിരുന്നേ കെട്ടതോ? ഇതാണ് കുലസായി ദസറ എന്ന് പറയുന്നത്. ഇത് ഇവരുടെ ഒരു വഴിപാടിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ വഴിപാടെന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം നടക്കട്ടെ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ, അത് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന വേഷത്തിൽ ഞാൻ അവിടേക്ക് വരാം എന്നുള്ള രീതിയിലുള്ളൊരു വഴിപാട് ചെയ്തിട്ട് അവർ വരുന്നതാണ്. എല്ലാ നാടുകളിൽ നിന്നും, ഇവരുടെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും അവർ വരും. അങ്ങനെ ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പലതരം വേഷങ്ങളാണ് ഓരോരുത്തർ കെട്ടിയിട്ടുള്ളത്. ഈ ദസറ എന്ന് പറയുന്നത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദസറയാണ്. ഇവിടെ ഇന്നും നാളെയാണ് ശരിക്കും ദസറയുടെ എന്താ പറയുക ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത്. ഇന്ന് ഇവിടെ ഒരു 20% വേഷം കെട്ടിയ ആളുകൾ മാത്രമേ ഉള്ളെങ്കിൽ നാളെ അങ്ങനെ ആവില്ല. നാളെ ഏതാണ്ട് മുഴുവനായിട്ടും ആളുകളെ കൊണ്ട്, വേഷം കെട്ടിയ ആളുകളെ കൊണ്ട് ഈ ഒരു ഏരിയ നിറയുമെന്നാണ് ഇവിടെ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇവരൊക്കെ ഓരോ നാടുകളിൽ നിന്ന്, അതായത് തൂത്തുക്കുടി ജില്ലയിലോ പല നാടുകളിൽ നിന്നായിട്ട് വരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ആദ്യം ഇവർ ചെയ്യുന്നത്. ഇവർ വേഷം കെട്ടി ഇവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ നിന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം ഈ വേഷം അവരാരെന്ന് പോലും അറിയാതെ അവർ കെട്ടിയിട്ടുള്ള ആ ഒരു വേഷം, അവരെ പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു വേഷം അവർ കഴിക്കുന്നത് ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക കടലിൽ മുങ്ങി കുളിച്ചുകൊണ്ടാണ്. ആ ഒരു കാഴ്ച കാണാനാണ് നമ്മൾ ആദ്യം പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ പനയുടെ തണൽ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ഒരുപാട് പേര് ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, അങ്ങനെയുള്ള കാഴ്ചയുണ്ട്. അങ്ങനെ നമ്മൾ കടൽക്കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണലാണ്. ഇവിടെ വെച്ച് ഇവർ കൊണ്ടുവന്ന അഗ്നികുംഭം, അതായത് ആ ഒരു മൺപാത്രത്തിൽ അഗ്നി ഏന്തിയിട്ടാണ് അവർ വരുന്നത്. അതൊക്കെ ഇവിടെ അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവരുടെ ആചാരപ്രകാരം അവർ എന്താ പറയുക അതിന് പര്യവസാനം ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ ഈ ഒരു ഇവിടെ കുണ്ടുണ്ട്, അതിനകത്ത് എന്തോ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ഓ എന്തൊരു ചൂടിവിടെ. ഇവിടെ അത്തരത്തിൽ ചെയ്തിട്ടുള്ള വേസ്റ്റൊക്കെ ഇവർ അപ്പപ്പോൾ നീക്കം ചെയ്യുന്ന ഒരു പരിപാടി കൂടി ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ കടലിലേക്ക് എത്തിയിട്ട് എല്ലാവരും നീരാടുകയാണ്, കടലിൽ മുങ്ങിക്കുളിക്കുകയാണ്. ഓ വലിയൊരു ആറാട്ടനെ നടത്തുന്നത് അവർ. ഇത്ര ഏരിൻ്റെ ഭഗവാന്, ഇതൊരു സംഭവം കേട്ടോ. ഇത്ര ഏരിയയിൽ ഇത് ഞാൻ സ്റ്റാർട്ടിങ് പോയിന്റിലുള്ളൂ. ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകളാണ്. അന്നദാനം മഹാദാനമാണ്. അപ്പോൾ ഞാനും കുറച്ച് അന്നദാനം വാങ്ങട്ടെ. നമ്മുടെ അടുത്ത് ചോറൊന്നുമില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. പേരൊന്നും അറിയില്ല. എന്താ സംഭവിച്ച് മനസ്സിലായില്ല. എന്താ പറയുക, കുറച്ച് പച്ചക്കറി സംഭവങ്ങൾ ഇട്ടിട്ട് ഓക്കെ, അതൊരു അലുവ പോലെ കൊള്ളാട്ടോ. ആൾക്കാർ ഇന്ന് തിന്ന. ഞാനൊരു കുപ്പി വെള്ളം വാങ്ങിയതായിരുന്നു. എനിക്കും കുറച്ച് തരുക പറഞ്ഞാൽ ഒരു മുറുക്ക് കുടിച്ചിരുന്ന ക്ഷേത്രം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാണ്. അതാണ് ക്ഷേത്രം കേട്ടോ. ക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങോട്ടാണ്.
കരുവത്ത് വിഷയം കഴിഞ്ഞിട്ടുണ്ട്. പോലീസുകാരെ കൊണ്ടൊരു ഉണ്ടുണ്ടല്ലോ ഇവിടെ. ഈ പനൻ്റെ ചോട്ടിൽ ഒരുപാട് കച്ചവടക്കാരും അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു എന്താ പറയുക ക്ഷേത്രത്തിലേക്ക് വന്ന ആളുകളും ഒക്കെയാണുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേര് അവിടെ വേഷം കെട്ടുന്നുമുണ്ട്. അത്തരം കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6 മണിയാവായിട്ടോ, 6 മണി നേരമാവാനായി. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ടൈറ്റായി വരുവാണ്. അതുപോലെ തന്നെ കുറേ ആളുകൾ വിതകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എന്താ പറയുക, നെല്ല് മുളച്ചത്, അങ്ങനെ മുളച്ച വിത്തുകളുണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റോഡ് അങ്ങനെ തീരത്തൂടെ പോണതാണ്. പക്ഷേ എങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തിൽ വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല. അതുപോലെ തന്നെ അതിലേക്ക് ഒരുപാട് ലോറികളൊക്കെ ബസ്സുകളൊക്കെ നിർത്തിയിട്ടാണ്. ബസ് ലോറിയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഓരോ ഗ്രാമത്തിൽ നിന്നും ഈ പറഞ്ഞ ഭക്തർ വന്നിട്ടുള്ള വണ്ടികളാണ്. അതാണ് ഇതിൻ്റെ ഏറെ പ്രത്യേകതയായിട്ടുള്ളൊരു കാര്യം. 91, 48, 41, 31, 21, 11 എന്നിങ്ങനെ ദിവസങ്ങൾ, ഇതിലേതെങ്കിലുമൊക്കെ ദിവസങ്ങൾ നമ്മൾ വ്രതം അനുഷ്ഠിക്കണം. എന്നിട്ടാണ് ഇവർ ഈ ഒരു കോലം കെട്ടുന്നത്. ഒരുപാട് പേർക്ക് ദർശനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ദർശനം കിട്ടുന്ന ആളുകൾ ഒരുപാട് പേരാണ്. ഇഷ്ടം പോലെ ആളുകൾക്കാണ് ഞാൻ ദർശനം കിട്ടുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ആകണ്ഠനാമത്തിന്, ഞങ്ങളുടെ നാട്ടിലുണ്ട് ആകണ്ഠനാമത്തിന് ചെറിയ പരിപാടി അമ്പലത്തിൽ എന്നതുപോലെയാണ് ഇവിടെ. അന്ന് ഞങ്ങൾക്ക് ഈ പരിപാടിക്ക് ദർശനം കിട്ടും. അതേപോലെ ഈ ദർശനം കിട്ടുന്ന ഒരുപാട് പേരെ എനിക്ക് കാണാനുണ്ടായി. ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ വെച്ചാൽ, വസൂരി എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടല്ലോ, അതായത് ഏതാണ്ട് 300 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് വസൂരി എന്ന് പറയുന്ന രോഗം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രോഗം വന്നപ്പോൾ അതിനെ എന്താ പറയുക, ആ രോഗം മാറിക്കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് വ്രതം അനുഷ്ഠിച്ച് തുടങ്ങിയ ആളുകളാണ്. ഇപ്പോഴും അവരത് തുടരുകയാണ്. അതായത് ഇവിടുത്തെ ഓരോരുത്തർ വരുന്നുണ്ടല്ലോ, ഇവരുടെയൊക്കെ വേണ്ടതിൽ എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു വഴിപാടായിട്ട് ഞാൻ ഇന്നത് എൻ്റെ ഈ അസുഖം മാറ്റി തന്നാൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരാം എന്നുള്ള രീതിയാണ്. ഭയങ്കര ഭക്തിയിലാട്ടോ കാര്യങ്ങളൊക്കെ പോയിട്ടിരിക്കണത്. എന്താ പറയുക, ഇതിലിങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഇവിടുത്തെ ഒരു മൊത്തത്തിൽ ഇവരുടെ ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെ ഈ ഒരു ദസറയിൽ ജാതി എന്നുള്ള സംഭവം ഇവിടെ ഈ ഒരു തമിഴ്നാട്ടിൽ തൊട്ട് കൂടിയിട്ടില്ല നമുക്ക് തോന്നും. അത്ര കണ്ട് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. அதைத்தான் உன் மனோலனுக்கு உண்டான பிரச்சனை தீரன் இருக்கேன், தீர்த்து தருவேன். மாலையை போட்டு மட்டும் வர சொல்லு. போட்டுதான் இருக்காரு, கருங்காலி வச்சு 4 வருஷத்துக்கு கட்டுறாரு. மாலையை மட்டும் போட்டு வர சொல்லுட்டேன். അതായത് ഇവരുടെ കൂട്ടത്തിൽ മെയിനായിട്ടുള്ള ഒരാൾ ഇവരെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം അതെല്ലാം തീർത്തു തരും. അതായത് അതെല്ലാം ഇവിടുന്ന് തീർത്തു തരും. ഇനി അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടെന്നാണെങ്കിൽ ആ ആളുകൾക്ക് അതിന് വേണ്ട തക്കതായ ശിക്ഷ അത് കിട്ടും എന്നൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രാർത്ഥനയിൽ അദ്ദേഹം പറയുന്നത്. പിന്നെ ഞങ്ങളോട് പറഞ്ഞില്ല, ഈ അതായത് മുളച്ചു വന്ന തൈകൾ കൊണ്ടുവരുന്ന ആളുകൾ അവർ കരുതുന്നത് എന്താ വെച്ചാൽ, അവരുടെ ഒരു ഈ പറഞ്ഞ പോലെ എന്തൊരു ആവശ്യം അവർ മനസ്സിൽ കരുതും. അത് നടന്നു കഴിഞ്ഞാൽ നമ്മളിതുപോലെ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പറയുവാണ്, അതായത് എനിക്ക് ഇന്ന പോലൊരു സംഭവമുണ്ട്, അത് നടക്കണം, അത് നടന്നാൽ ഞാനിങ്ങനെ വേദയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തൈകളായിട്ട് വരുന്നതാണ് എന്നുള്ളത്. അത് നടന്നു കഴിഞ്ഞാൽ ഓരോ തൈകളായിട്ട് വരും. ഇപ്രാവശ്യം ഒരു പറഞ്ഞു പോകുന്നത് മറ്റൊരു ആവശ്യമാണ്, മറ്റൊരു ആവശ്യം പറയും. അല്ലാന്നാണെങ്കിൽ ഒരാവശ്യം ഇല്ലെന്നാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വരും, ഇതുപോലെ തന്നെ വിതയായിട്ട് തന്നെ വരും എന്നാണ് അവർ പറയുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടുള്ള ഒരുപാട് ക്യാമറ ആയിട്ടുള്ള പയ്യന്മാരാട്ടോ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഉള്ളത്. ഓരോരോ ആളുകളെയും അവർ കവർ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഓരോ രൂപങ്ങൾ അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഇതിലെ യാത്ര ആയതുകൊണ്ട് കയറിയതാണ്. ഇല്ലാന്നാണെങ്കിൽ ഞാൻ ഇതിനായിട്ട് വരുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വന്നേക്കാം. കാരണം അതിനുള്ള വകുപ്പുണ്ട്. ഇത് നമ്മളൊരു വട്ടം വന്ന് കാണാനുള്ള എന്തായാലും ഒരു വകുപ്പുണ്ട്. ശരിക്കും ഇന്നത്തെ അങ്ങോട്ടും ടൈറ്റ് ആവുന്നത് നാളെയാണ്. ഞാനിവിടെ ഒരു ഈ ഒരു മതിലിൽ ഇങ്ങനെ ഇരിക്കുവാണ്, നടന്ന് കുഴങ്ങിയാവും. സംഭവം ശരിയാണ്, കാഴ്ച കാണുന്നത്
നടന്നു പോയി. അവിടെ ചന്ദ്രന് വെച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ ക്യാമറയിലും കാണും. മൂപ്പരിങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവിടേക്ക് നാടൻ. നമ്മളെ ക്യാമറയിലും കാണും പറയാം. ഓരോരുത്തൊക്കെ വലിയ വലിയ ക്യാമറ. നമ്മുടെ അടുത്താണെങ്കിൽ ഇത് അത്ര ഇപ്പോളിൻ്റെ ക്യാമറ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വേഷം കെട്ടി വന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ഒരു സഹകരണം ക്യാമറമാൻമാരോട്, ക്യാമറയും കൊണ്ട് അവരുടെ മുന്നിലേക്ക് ഒരു ആളുകൾ വരുമ്പോൾ അവർ നിന്ന് കൊടുക്കുവാണ്. അതായത് നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ, എടുത്തോളൂ. അതുപോലെ തന്നെ ആളുകൾ വിളിച്ച് കാണിച്ചു കൊടുക്കുക. കാരണം അത് ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇവർ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ദർശനം കിട്ടി നിൽക്കുന്ന നേരത്തൊക്കെ ചിലപ്പോൾ വല്ലാത്തൊരു ദേഷ്യമൊക്കെ അവർക്കൊക്കെ ഇടയിലൊക്കെ വരാം. ആകെ ദേഷ്യം, നമ്മളാകെ സീരിയസ് മാറ്ററിൽ നിൽക്കുക. അപ്പോഴാണ് ക്യാമറയും കൊണ്ട് ആളുകൾ ചെല്ലുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു സീനൊന്നുമില്ല. അവർ അതിനൊക്കെ നിന്ന് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നല്ല പൊറോട്ട ഉണ്ട്. 3 50 റുപ്യ. ഞാനൊരു പൊതി വാങ്ങിയിട്ടുണ്ട്. അല്ലാപ്പം ഇന്ന് ഇവിടുന്ന് വേറെ ഒന്നും തിന്നാൻ വേണ്ടി കിട്ടില്ല. ഇതും കൊണ്ട് ഞാൻ വല്ല വണ്ടിൻ്റെ അടുത്ത് കണയുവാണ്. ഇവിടേക്ക് സമയം പോകുന്തോറും തിരക്ക് കൂടി വരുവാണ്. ഈ നേരമായപ്പോഴത്തേന് ഫെസ്റ്റിവൽ ഭാഗമൊക്കെ ആയിട്ട് അങ്ങനെ മൊത്തത്തിൽ യന്ത്രവും മറ്റു യന്ത്രങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഓണായിട്ടുണ്ട്. ഞാനങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഒറ്റയാനെ പോലെ എല്ലാവരും കൂട്ടമായിട്ട് വന്നുള്ളത്. ഞാൻ ഒറ്റയാനെ പോലെ ഒറ്റയ്ക്ക് ഇതിലങ്ങനെ നടക്കുകയാണ്. ആര്യക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ ആര്യക്ക് അരയ്യ. അതെന്ന് വെച്ചാൽ നമുക്കൊരു സാധനം ഞാൻ അവിടെ നിന്ന് വാങ്ങി. ഓളെ വിചാരം ഇന്നലെ കൊണ്ട് ചെല്ലാൻ പറ്റുന്നതാണ്. ഇപ്പം തന്നെ കിട്ടണം നോക്കാറ്. അതപ്പോൾ സംഭവിച്ചത്. എന്താ അരിയാ, ഞാൻ നേരത്തെ തൊട്ടുന്നേ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടിക്കണേ വണ്ടി. അതിനെ കാണില്ലേ? കണ്ടില്ലേ? ഇത്രയൊക്കെ തന്നെ കാണുള്ളൂ. ഞാൻ ലൈറ്റ് ഇടാക്കുകയാണ്. വേറെ നല്ല ഇതിൻ്റെ ഇഷ്ടം പോലെ ലൈറ്റാണ്. എന്താ എൻ്റെ ലൈറ്റ്. ഏതായാലും അങ്ങനെ പരിപാടിയൊക്കെ അതിഗംഭീരമായിരുന്നു. ഒരു വട്ടം വന്ന് കാണാനുള്ള വകുപ്പ് എന്തായാലും ഉണ്ട്. അടുത്ത പ്രാവശ്യം വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കുക. കൊള്ളാം, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പാർക്കിങ്ങിൽ നിറച്ച് പൊടിയാണ്. അപ്പോൾ കാറ്റിങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ ഈ പൊടി കാരണം ഞാൻ വണ്ടി ഒന്ന് മാറ്റിയിട്ടു. വണ്ടി ഞാൻ നേരത്തെ അവിടെ കിട്ടിയിരുന്നു ബാക്കിൽ, ആ ലൈറ്റിൻ്റെ ഓട്ടിൽ. അവിടെ നിന്ന് മാറ്റിയിട്ട് അപ്പോൾ കുറച്ചിങ്ങോട്ട് 2 വണ്ടീൻ്റെ മറയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഈ വണ്ടി കണ്ടിട്ട് ഒന്നും കണ്ടിച്ച് കേരളത്തെ വണ്ടിയാണോ ഡൗട്ട് കണ്ടിച്ച്. ഒരു കെയിൽ വണ്ടീനെ കാണുന്നത് പോലെ ഉണ്ട്. കാരണം നമ്മളുടെ ഒരു ഡിസൈൻ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. സൈഡത്തെ നമ്പർ കാണാനില്ല. എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അവിടെ തള്ള വീഡിയോ കൊണ്ട് നാളെ വരാം. സത്യം പറഞ്ഞാൽ പൊടിയൊക്കെ കയറിയിട്ട് കുളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് ഇവിടെ നിർവാഹമല്ല, അത്ര കണ്ട് ജനങ്ങളാണ്. ടോയ്ലറ്റ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേങ്കിൽ അതൊന്നും കരുതിയ മാതിരിയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വെള്ളത്തിൻ്റെ ക്ഷാമം പെട്ടെന്ന് വരുവാണ്. ഇപ്പം എന്താ പറയുക വെച്ചാൽ പുള്ളിയൊന്നും നടക്കില്ല. നമ്മൾ രാവിലെ നേരത്തെ നീക്കി അവിടെ നിന്ന് വിടുക. പോണ വഴിക്ക് ഹൈവേയിൽ എവിടെയൊക്കെ നിന്നിട്ട് കാണുന്ന അരുവിയിലോ ആറ്റിലോ എവിടെ നിന്നൊക്കെ കുളിക്കാം. എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.